നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്കെതിരെ, അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വ്യാപകമായ അക്രമങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഇപ്പോൾ കലാപകലുഷിതമാണ് എന്ന് നമുക്കറിയാം. അവിടെയുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകം, ആ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ ഇന്ത്യ വാടകയ്ക്കെടുത്ത കൊലയാളികളാണ് എന്ന ഒരു പ്രചാരണം ബംഗ്ലാദേശിൽ അഴിച്ചുവിടുന്നു. അങ്ങനെ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കാൻ അവിടെ ഒരു ശ്രമമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തെമ്പാടും, അതായത് ഇന്ത്യക്കാരായ രണ്ടു പേർ ചേർന്ന് തങ്ങളുടെ വിദ്യാർത്ഥി നേതാവിനെ കൊന്നു എന്നാരോപിച്ചുകൊണ്ട് ജനക്കൂട്ടം വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതിൻ്റെ പേരിൽ അവർ സ്വന്തം രാജ്യത്തിലെ തന്നെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ പൊതു സ്വത്തുക്കൾ അത് നശിപ്പിക്കുന്നു. ഇങ്ങനെ വ്യാപകമായ കലാപം അവിടെ നടന്നു വരികയാണ്. ഈ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലെത്തുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലേക്ക് തിരികെ എത്തുന്നത്. 17 വർഷം അയാൾ വിദേശത്തായിരുന്നു. BNPയുടെ ആക്ടിംഗ് ചെയർമാൻ ആയിരുന്നു കൊണ്ട് തന്നെ അയാൾ വിദേശത്തായിരുന്നു. കാരണം ഈ താരിഖ് റഹ്മാൻ എന്നത് സിയാവുർ റഹ്മാൻ എന്ന ബംഗ്ലാദേശ് പ്രസിഡന്റിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് ബീഗം ഖാലിദ സിയ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരുന്നത്. ഈ റഹ്മാനെതിരെ നിരവധി കേസുകളും മറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇയാൾ വിദേശത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. പാർട്ടിയുടെ ലീഡർഷിപ്പ് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ബീഗം ഖാലിദാസിയയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഗുരുതരമാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ BNPയുടെ നേതൃത്വം ഏറ്റെടുക്കാനായി മകൻ ഇവിടേക്ക് എത്തുന്നത്. കാരണം ഫെബ്രുവരി 12-ന് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇടക്കാല ഭരണകൂടമായിരുന്നു ഇത്രയും നാൾ കാര്യങ്ങൾ നീക്കിയിരുന്നത്. ആ ഇടക്കാല ഭരണകൂടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത്തരത്തിലുള്ള കലാപങ്ങളൊക്കെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ BNP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് മത്സരിക്കാനുള്ള വിലക്കുണ്ട്. BNP അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വിജയം BNPയിലേക്ക് എത്തുകയും അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതുന്നത് ഈ താരിഖ് റഹ്മാനുമാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആയാൽ ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തിൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് ഇന്ത്യയുമായി അടുപ്പമുള്ള താരിഖ് റഹ്മാൻ എന്ന നേതാവാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു ശുഭസൂചന. താരിഖ് റഹ്മാന് ഇന്ത്യൻ ഭരണകൂടവുമായി ഇപ്പോൾ ബന്ധമുണ്ട് എന്ന് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം പരാജയപ്പെടുന്നു. കാരണം വലിയ സ്വീകരണം ഇപ്പോൾ താരിഖ് റഹ്മാന് ലഭിക്കുന്നുണ്ട്. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി ആയാൽ ഇന്ത്യയോടുള്ള ആ പഴയ സൗഹൃദം ബംഗ്ലാദേശിൽ തിരിച്ചു കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത്. എന്തായാലും രാഷ്ട്രീയ സാഹചര്യം മാറിമറിയാനുള്ള എല്ലാ സാഹചര്യവും ബംഗ്ലാദേശിൽ ഇപ്പോഴുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വലിയ പ്രക്ഷോഭം നടത്തുമ്പോൾ BNP ആ പ്രക്ഷോഭത്തെ പിന്തുണച്ചു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം വന്ന ബദൽ സർക്കാരിനെ കുറച്ചു കാലം BNP പിന്തുണച്ചിരുന്നു. പക്ഷേ ഇവർക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉദ്ദേശമില്ലെന്നും ഇവരുടെ ഉദ്ദേശം വേറെയാണെന്നും പാകിസ്ഥാനിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയാണ് ഉദ്ദേശമെന്ന് മനസ്സിലായതോടുകൂടി ആ സഖ്യത്തിൽ നിന്നും BNP പിന്മാറുകയായിരുന്നു. എന്തായാലും BNP തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അത് ബംഗ്ലാദേശിൽ ഒരു വലിയ രാഷ്ട്രീയ ചലനമുണ്ടാക്കും. ഇന്ത്യക്ക് ഗുണകരമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ പലരും വിലയിരുത്തുന്നത്. എന്തായാലും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം പ്രവചനാതീതമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നും ആരോപണമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അവിടുത്തെ ഇടക്കാല സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ജനങ്ങൾക്ക് വലിയ മതിപ്പില്ല എന്നാണ് ഇപ്പോൾ താരിഖ് റഹ്മാന് നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സ്വീകരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.